പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം 11-ാം ദിവസം. മറിയം ദൈവവചനം സ്വീകരിക്കുന്നതിന് എത്ര സന്നദ്ധയായിരുന്നു എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നീ ഒരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. ദൈവസുതന്റെ വാക്കുകൾ കേട്ട പരിശുദ്ധ കന്യക ഒരു സംശയം ചോദിക്കുന്നുണ്ട്. ഞാൻ പുരുഷനെ അറിയാത്തതിനാൽ ഇത് എപ്രകാരം സംഭവിക്കും? ന്യായയുക്തമായൊരു സംശയമായിരുന്നു അത്. മേരി ദൈവത്തോട് കന്യാവ്രതം വാഗ്ദാനം ചെയ്തിരുന്നു എന്നുള്ള വസ്തുത അത് സൂചിപ്പിക്കുന്നു. ദൈവദൂതൻ മറിയത്തിന് സംശയ നിവാരണം വരുത്തി. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആയതിനാൽ നിന്നിൽ നിന്ന് പിറക്കുന്നവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ പരിശുദ്ധനായിരിക്കും. മേരിയുടെ പ്രശ്നത്തിന് ദൈവദൂതൻ പരിഹാരം നിർദ്ദേശിച്ച ഉടനെ പരിശുദ്ധ കന്യക പ്രതിവചിച്ചു, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. ഇപ്രകാരമുള്ള സന്നദ്ധത ദൈവവചനം സ്വീകരിക്കുന്നതിൽ നമുക്കുണ്ടോ? ആയതിനാൽ നമുക്ക് നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് പരിശ്രമിക്കാം. എല്ലാ ദിവസവും വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിലൂടെ ദൈവവചനം ശ്രവിക്കാം. ദൈവവചനം ഇരുമുനവാളാണ്. അത് ശ്രവിച്ച് പ്രാവർത്തികമാക്കുന്നത് രക്ഷാകരമായിരിക്കും. എന്നാൽ അതിനെ അവഗണിക്കുന്നവർക്ക് നാശത്തിനും കാരണമാകും. ജപം. മരിയാംബികയെ, അങ്ങ് ദൈവവചനം ശ്രവിക്കുന്നതിലും അത് പ്രാവർത്തികമാക്കുന്നതിലും എത്ര വിശ്വസ്തത പ്രകടിപ്പിച്ചു. നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന അങ്ങേ വചസ്സുകളിലൂടെ ഒരു നവ്യലോകത്തെ സൃഷ്ടിച്ചു. നാഥേ, ഞങ്ങളും ദൈവവചനം ശ്രവിക്കുന്നതിനും അതിനനുസരണമായി ജീവിതം നയിക്കുന്നതിനും വേണ്ട അനുഗ്രഹങ്ങൾ നൽകണമേ. ഞങ്ങൾ ദൈവവചനം പലപ്പോഴും താല്പര്യമില്ലാതെ കേൾക്കുകയും പ്രാവർത്തികമാക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങൾ മനസ്തപിക്കുന്നു. ഞങ്ങളുടെ ഭാവി ജീവിതം അങ്ങേ ദിവ്യകുമാരൻ്റെ രക്ഷാകരമായ വചനങ്ങൾക്കനുസൃതമായി നയിച്ചുകൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ഞങ്ങളുടെ ബലഹീനതയെ പരിഹരിക്കണമേ. സുകൃതജപം. ദൈവപുത്രന്റെ മാതാവേ, ദൈവവചനത്തിനനുസൃതമായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവപുത്രന്റെ മാതാവേ, ദൈവവചനത്തിനനുസൃതമായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവപുത്രന്റെ മാതാവേ, ദൈവവചനത്തിനനുസൃതമായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ.